കറാമത്തുള്ള മഹാന്മാർ അവര് തീനേക്കാളും വലിയ ചൂടാകുമ്പോ അവരുടെ കയ്യിൽ തീ പിടിച്ചാൽ ഒന്നും പറ്റൂല. കാരണം തീനേക്കാളും വലിയ ചൂടാണ് അവര്. ഗുണംകുടി മസ്താൻ കേട്ടിട്ടുണ്ട് മഹാനവറുകള്. അവരിങ്ങനെ വലിയ ഹെവി 110 kV ലൈനിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ആടുമായിരുന്നു. കാരണം അതിനേക്കാളും വലിയ ചൂടാ അവിടെ ഉള്ളത്. ഗുണംകുടി മസ്താൻ, അത് അതിനെക്കാട്ടി നല്ല പേര്. അപ്പൊ ഗുണംകുടി മസ്താൻ എന്ത് ചെയ്യും? മൂപ്പരിങ്ങനെ ശരീരം ഇങ്ങനെ ഭയങ്കര ചൂടുള്ള ആളാ. അപ്പൊ മൂപ്പര് 110 kV ലേലുമ്പോ ഇങ്ങനെ കേടുന്ന ഇങ്ങനെ ആടും തലകുത്തനായിട്ട്. ഇങ്ങനെ ഇതെന്തോ കടവാവലോ എന്തൊക്കെ പിരാന്തന് കുത്തിക്കഴപ്പ് തിന്നിട്ട് എല്ലിന്റെ അടി കയറിയിട്ടേ സമുദായത്തിന്റെ ഫുഡ് ഇങ്ങനെ ഓസിക്കിരുന്ന് തിന്നല്ലേ വേർക്കണില്ലല്ലോ. ഈ വക ഔലിയാക്കളും അബുദാലികളും കുത്തുബീങ്ങളും തീറ്റിപ്പോറ്റണ പരിപാടി സമുദായത്തിനാണല്ലോ. സമുദായം തീറ്റിപ്പോറ്റണല്ലോ പോലെ. അപ്പൊ ഇങ്ങനെ തിന്നിട്ട് ഇങ്ങനെ കൊഴുപ്പ് കൂടിയിട്ട് എല്ലിന്റെ അടി കയറിയിട്ട് ഓരോരുത്തർക്ക് ഓരോ പിരാന്ത്. അപ്പൊ ഇയാള് പിരാന്ത് എന്തായിരുന്നു? 110 kV ലൈൻ കമ്പിമ്മ കിടന്നിട്ട് ഇങ്ങനെ ആടുക. വേറെ ഒരു പണിയില്ല മനുഷ്യന്. ഇതിന് പേരെന്താണ്? ഗുണംകുടി മസ്താൻ. ദോഷം കൂടിയ മസ്താൻ അതിന് പേരിടേണ്ടത്, ഗുണംകുടി മസ്താന്. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള കുറെ ഗുണംകുടി മസ്താന്മാരും കുറെ ക്രിമികടി ഉസ്താദുമാരും കൂടിയാണ് ഈ സമുദായത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കറാമത്തിന്റെ പേരിൽ, വിലായത്തിന്റെ പേരിൽ. മനസ്സിലായോ? ഇതൊക്കെയാണ് മജ്ദൂബീങ്ങളും കുത്തുബീങ്ങളും അബ്ദാലിയങ്ങളും. ഇവലെ കോലാണത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കോട്ടെ, സമുദായത്തിന് നല്ലതല്ലേ, ഇങ്ങനെ സമുദായത്തിന്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറയാൻ ഓരോ അബ്ദാലിയങ്ങളും കുത്തുബീങ്ങളും ഔലിയാക്കളും മജ്ദൂബീങ്ങളും ഉണ്ടാകണത്. നമുക്കൊരു പ്രശ്നം, ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അവരോട് പോയി സങ്കടം പറയാലോ എന്ന് പറയാൻ പറ്റൂല എന്ന്. അത് ചങ്ങായിനെ പറയണ്ടേ, അവരോട് സങ്കടം പറയാൻ നേരെ തിരിച്ചടിച്ച് ഉൾട്ടാവുന്നു. കേട്ടോളി. മജ്ദൂബുകളായ ആളുകൾ അവരോട് ദ്വാർപ്പിക്കാനൊന്നും പറ്റൂല. കണ്ണ് പൊട്ടിപ്പോട്ട് പറയാന്ന് പറഞ്ഞാൽ ചിലപ്പോ കണ്ണങ്ങ് പൊട്ടിപ്പോകും. അവരെടുത്ത് ഇങ്ങനെ പോയി ഇരിക്കുക. മജ്ദൂബായ വലിയാണ് എന്ന് ഉറപ്പുള്ള ആളുകളാണെങ്കിൽ ചെന്നിരിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ചിലപ്പോ നല്ല കിട്ടൽ കിട്ടും. കേട്ടില്ലേ? അപ്പൊ ആ പ്രദേശം പോയി ഈ വക അബുദാലിയങ്ങളും കുത്തുബീങ്ങളും ഔസിയങ്ങളും ഔലിയാക്കളും കുത്തുബുലാലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു മെച്ചല്ലേ? സമുദായത്തിന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പരാതി പറയാലോ, നമുക്കൊരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പോയി കണ്ട് സങ്കടം പറയാലോ എന്ന് വിചാരിച്ചിരിക്കേണ്ട കൗമേ. പറ്റൂലാന്ന് പറഞ്ഞത്. ഒരുത്തം പോയിട്ട് പറയാണ്, ഷെയ്ഖ് അവർകളെ, അബുദാൽ അവർകളെ, കുത്തുബ് അവർകളെ, മജ്ദൂബ് അവർകളെ, എന്റെ കണ്ണിന് കുറച്ച് കാഴ്ച കുറവുണ്ട് എന്ന് പറഞ്ഞാൽ മജ്ദൂബ് ഒറ്റയടിക്ക് പറയണ എന്റെ കണ്ണ് പൊട്ടിപ്പോട്ടെ പഹയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല കഥ. അതുവരെ കുറച്ചേലും കാണായിരുന്നു. പിന്നെ അന്ധനായി കണ്ണുപൊട്ടനായി തപ്പി തടഞ്ഞ് നടക്കണ്ടേ? അപ്പൊ പോയിട്ട് വല്ല കാര്യമുണ്ടോ? വേറെ ഒരുത്തം പറഞ്ഞിട്ട് പറയണേ, ഷെയ്ഖ് അവർകളെ, മജ്ദൂബ് അവർകളെ, എനിക്ക് മൂത്രയിക്കാൻ കുറച്ചൊരു മൂത്രക്കടച്ചിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ മൂത്രയിക്കുള്ള സാധനം തന്നെ പൊട്ടിപ്പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വല്ല ഉപകാരം നടക്കുവോ? അപ്പൊ ഈ വക ശൈത്താന്മാരുടെ അടുത്തേക്ക്, ഈ വക മജ്ദൂബീങ്ങളുടെ അടുത്തേക്ക് പോണ്ട എന്നാണ് ഹക്കീമിന്റെ ഉപദേശം. അതന്നെ നമുക്കും പറയാനുള്ളത്. നിങ്ങളെല്ലാം പൊട്ടിപ്പോവും, പരലോകം പൊട്ടിപ്പോവും, സ്വർഗം പൊട്ടിപ്പോവും, എല്ലാം പൊട്ടിപ്പോവും, കണ്ണ് മാത്രമാവില്ല പൊട്ടുക.